നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഈ വിവരങ്ങൾ വെച്ചിട്ട് ഈ പ്രശ്നപരിഹാരം, അതായത് പ്രോബ്ലം സോൾവിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് പ്രശ്നത്തിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലെ പ്രധാന ആശയങ്ങളൊന്ന് വേർതിരിച്ചെടുത്ത് ഈ ആദ്യഘട്ടം എന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ടതാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ശരി, ഒരു പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കണം, അല്ലേ? എന്താണ് ഇതിലെ ഒരു ബേസിക് ഐഡിയ? പക്ഷെ പലപ്പോഴും നമ്മളത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്ന് മാത്രം. നിങ്ങൾ തന്നെ ആ ഒരു വിവരങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പ്രോബ്ലം സോൾവിങ്ങിന് പല ലക്ഷ്യങ്ങളുണ്ട്, അല്ലേ? പ്രശ്നം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ പല സ്റ്റേജസ് മനസ്സിലാക്കുക, പിന്നെ പരിഹാരങ്ങൾ അനലൈസ് ചെയ്യുക, അങ്ങനെ. പക്ഷെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ആണിക്കല്ലായ ആദ്യത്തെ പടിയിലാണ്. പ്രശ്നത്തിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയും, അത് മനസ്സിലാക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത്? അത് ഗ്രീനോ എന്നൊരു വിദഗ്ധനുണ്ട്, 1977 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിംഗ് എന്നല്ല നമ്മൾ പറയില്ലേ, അത് നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക പ്രാതിനിധ്യം, അതായത് ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു വാചകം വായിക്കുമ്പോൾ അതിലെ വാക്കുകൾ, ആശയങ്ങൾ, അതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം പോലെ തെളിയും, അല്ലേ? അതിന് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ്, അതായത് മുൻപരിചയം വേണം, വാക്കുകളുടെ അർത്ഥം അറിയണം, ലോകത്തെക്കുറിച്ചൊരു ധാരണ വേണം, അങ്ങനെയൊക്കെ. ഇതേ സംഗതി തന്നെയാണ് പ്രശ്നപരിഹാരത്തിലും പ്രധാനം. ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിലേറ്റവും കാതലായ വിവരങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ്, പിന്നെ ആവശ്യമില്ലാത്ത ഇറലവൻ്റ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വേർതിരിച്ചറിയണം. പലപ്പോഴും ഈ ആവശ്യമില്ലാത്ത വിവരങ്ങൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും, വഴിതെറ്റിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കണക്ക് ചെയ്യുകയാണെന്ന് വെക്കാം, അതിൽ ആവശ്യമില്ലാത്ത കുറേ സംഖ്യകളോ സാഹചര്യങ്ങളോ ഒക്കെ തന്നിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റാൻ നല്ല സാധ്യതയുണ്ട്. ശരിയാണ്. ഈ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ അരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? വെറുതെ മനസ്സിലാക്കിയാൽ മതിയോ? പോരാ, അവിടെയാണ് അടുത്ത പ്രധാന കാര്യം. നമ്മൾ മനസ്സിലാക്കിയ ആ പ്രശ്നത്തെ ഏറ്റവും വ്യക്തമായിട്ട്, ഏറ്റവും സഹായകമായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. അതായത് അതിനെ ഒന്ന് അവതരിപ്പിക്കണം. ഇവിടെയാണ് നമ്മൾ പലതരം ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചിഹ്നങ്ങൾ, സിംബൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാം, ലിസ്റ്റുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ തരംതിരിക്കാൻ മേട്രിക്സ് ഉപയോഗിക്കാം, ബന്ധങ്ങൾ കാണിക്കാൻ ഗ്രാഫ്സ്, അല്ലെങ്കിൽ മനസ്സിൽ കാണാൻ പറ്റുന്ന വിഷ്വൽ ചിത്രീകരണങ്ങൾ, വിഷ്വൽ ഇമേജസ്, അങ്ങനെ പല രീതികളുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആ പ്രശ്നത്തെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അത് പരിഹരിക്കാനുള്ള എളുപ്പം. ഉദാഹരണത്തിന്, കുറെ സങ്കീർണമായൊരു ഷെഡ്യൂളിംഗ് പ്രശ്നമുണ്ടെന്ന് കരുതുക. അത് വെറും വാക്കുകളിൽ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അതൊരു ടൈം ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മേട്രിക്സ് രൂപത്തിലോ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മിക്കവാറും ആ രണ്ടാമത്തെ രീതി, ആ വിഷ്വൽ രീതി, പരിഹാരത്തിലേക്കുള്ള വഴി കുറച്ചുകൂടി എളുപ്പത്തിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ റെപ്രസെന്റേഷൻ രീതി തെറ്റാണെങ്കിൽ അത് പ്രശ്നത്തെ ചിലപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രശ്നപരിഹാരം എന്ന വലിയൊരു യാത്രയിലെ ആദ്യത്തെ ഏറ്റവും നിർണായകമായ സ്റ്റെപ്പുകളെന്ന് പറയുന്നത്, ഒന്ന്, പ്രശ്നത്തിന്റെ ആഴത്തിലുള്ള സ്വഭാവം മനസ്സിലാക്കുക, പിന്നെ ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം എടുക്കുക, എന്നിട്ട് അതിനെ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും അനുയോജ്യമായ ഒരു രൂപത്തിൽ, അത് ചിലപ്പോൾ ചിഹ്നമാകാം, ചിത്രമാകാം, അല്ലെങ്കിൽ ഒരു ടേബിളാകാം, അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതാണല്ലേ? അതെ, വളരെ ശരിയാണ്. ഈ ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ഫൗണ്ടേഷൻ, അത് ക്ലിയർ ആയാൽ, അത് സ്ട്രോങ് ആയാൽ മാത്രമേ മുന്നോട്ടുള്ള ഘട്ടങ്ങൾ, അതായത് വിശകലനം ചെയ്യലും പരിഹാരം കണ്ടെത്തലും ഒക്കെ എഫക്റ്റീവ് ആവുകയുള്ളൂ. ശരിക്കും ഒരു കെട്ടിടത്തിന് നമ്മൾ അടിസ്ഥാനം ഇടുന്നത് പോലെ തന്നെയാണ്. ആ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ മുകളിലേക്കുള്ളതൊന്നും ശരിയാവില്ല. അപ്പോൾ ഈ തുടക്കത്തിലുള്ളൊരു വ്യക്തത, അതാണ് ശരിയായ പരിഹാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഈ ഒരു ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ വയ്ക്കാൻ തോന്നുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സങ്കീർണമായ പ്രശ്നം നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന ആന്തരിക പ്രാതിനിധ്യം, ആ ഇന്റേണൽ റെപ്രസെന്റേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? ആ പ്രശ്നത്തെ തന്നെ പല രീതിയിലൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കാറുണ്ടോ? ഏത് രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ? ഇതൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മളിന്ന് നിങ്ങളുടെ ചില സ്രോതസ്സുകൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുകയാണ്. അതെ, പ്രധാനമായും ഈ പ്രശ്നപരിഹാര തന്ത്രങ്ങൾ,
അതായത് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ. ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പരിഹാരം എങ്ങനെ കണ്ടെത്താം, അതാണല്ലോ പ്രധാനം. അതെ അതെ. നിങ്ങളുടെ പഴയ അനുഭവങ്ങൾ, പിന്നെ ഇപ്പോഴുള്ള അറിവ്, ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ വഴികളുണ്ട് എന്ന് നോക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശരിയാണ്. പല വഴികൾ മുന്നിൽ വരും. ചില വഴികൾ ചിലപ്പോൾ നല്ല കൃത്യമായ ഉത്തരം തരും, പക്ഷെ ഒരുപാട് സമയമെടുക്കുമായിരിക്കും. മറ്റു ചില വഴികൾ ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഉത്തരം ശരിയാവണമെന്നില്ല, എപ്പോഴും വിജയിക്കണമെന്നില്ല. ശരിയാണ്. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടെ വിശദമായി കടക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ മുന്നിലെത്തിയെന്ന് വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കലാണ്, അല്ലേ? അതിനെ നമ്മൾ ജഡ്ജിങ് ദ ബെസ്റ്റ് എമംഗ് ദ ലൈക്ലി സൊല്യൂഷൻസ് എന്ന് പറയും. കൃത്യം. ഓരോ സാധ്യതയെയും നമ്മൾ അതിന്റെ ഫലങ്ങൾ എന്തായിരിക്കും, അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്രത്തോളം സഹായിക്കും എന്നൊക്കെ നോക്കണം. ശരിയാണ്. തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ ഒഴിഞ്ഞിരിപ്പുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അതെ അതെ. ചിലപ്പോൾ നമ്മൾ കൊറ്റനോട്ടത്തിൽ നല്ലതെന്ന് തോന്നുന്ന വഴിയിൽ ചില പ്രശ്നങ്ങളുണ്ടാവാം. എന്നിട്ട് ഈ വിലയിരുത്തലൊക്കെ കഴിഞ്ഞ് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരെണ്ണം അത് നടപ്പിലാക്കുന്നു. ക്യാരിയിങ് ഔട്ട് ദ ബെസ്റ്റ് സൊല്യൂഷൻ. അവിടെയും തീരുന്നില്ല. അത് നടപ്പിലാക്കിയ ശേഷം അത് ശരിക്കും വർക്കായോ എന്ന് നോക്കണം. അതാണ് ഇവാലുവേഷൻ ഓഫ് സൊല്യൂഷൻ. അത് പലപ്പോഴും ആളുകൾ വിട്ടുപോകുന്ന ഒന്നാണെന്ന് തോന്നുന്നു. ശരിയാണ്. നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം അത് യഥാർത്ഥ പ്രശ്നത്തിന് ഒരു പരിഹാരമായോ, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിയോ, ഈ വഴി തന്നെയായിരുന്നോ ശരി എന്നൊക്കെ ചിന്തിക്കണം. ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാവുകയാണ് പ്രശ്നം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന്. അപ്പോ എന്തു ചെയ്യും? പിന്നോട്ട് പോകേണ്ടി വരും അല്ലേ, മുൻപത്തെ സ്റ്റെപ്പുകളിലേക്ക്. അതെ. എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടുപിടിക്കാൻ വീണ്ടും പഴയ സ്റ്റെപ്പുകളിലേക്ക് പോകേണ്ടി വരും. ഈ ഇവാലുവേഷൻ ഓഫ് സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മളൊരു തെറ്റായ പരിഹാരവുമായിട്ട് അങ്ങ് മുന്നോട്ടു പോകും. ഓക്കെ. അപ്പം ഈ പരിഹാരം കണ്ടുപിടിക്കാനും നടപ്പിലാക്കാനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വഴികൾ, അതിനെയാണ് ഈ തന്ത്രങ്ങളെന്ന് പറയുന്നത് അല്ലേ? സ്ട്രാറ്റജീസ് ഫോർ പ്രോബ്ലം സോൾവിംഗ്. അതെ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. പ്രധാനമായിട്ടും 2 രീതികളാണുള്ളതെന്ന് പറയുന്നു. ഒന്ന് ആൽഗരിതം, പിന്നെ ഹ്യൂറിസ്റ്റിക്സ്. അതെ. അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിർദ്ദേശങ്ങളാണ്. ഒരു പാചകക്കുറിപ്പ് പോലെ. ഏകദേശം അങ്ങനെ പറയാം. അത് കൃത്യമായി ഫോളോ ചെയ്താൽ ഉത്തരം കിട്ടും, അത് ഉറപ്പാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കണക്കിലെ നിയമങ്ങളില്ലേ, കൂട്ടാനും ഗുണിക്കാനും ഒക്കെയുള്ള റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അതൊരു അൽഗോരിതമാണ്. അതുപോലെ അക്ഷരങ്ങൾ ക്രമം തെറ്റിച്ച് തന്നിട്ട് വാക്കുണ്ടാക്കാൻ പറയുന്ന അനഗ്രം പ്രശ്നങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. YOB എന്ന 3 അക്ഷരം തന്നാൽ നമ്മൾക്ക് സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും, അതായത് സിസ്റ്റമാറ്റിക് റാൻഡം സെർച്ച് വഴി YOB, BYO, അവസാനം BOY, അങ്ങനെ എല്ലാ സാധ്യതകളും ചിട്ടയായി പരിശോധിച്ചാൽ ശരിയായ ഉത്തരം കിട്ടും, BOY. ഓക്കെ. പക്ഷേ ഒരുപാട് അക്ഷരങ്ങളുണ്ടെങ്കിലോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ LSSTNUIMOUUL പോലുള്ളവ. അതാണ് പ്രശ്നം. അക്ഷരങ്ങൾ കൂടുമ്പോൾ ഈ രീതി ഭയങ്കര സമയമെടുക്കും, പ്രായോഗികമല്ലാതാവും. ഇതിൽ തന്നെ അൺസിസ്റ്റമാറ്റിക് റാൻഡം സെർച്ച്, അതായത് ഒരു ചിട്ടയില്ലാതെ വെറുതെ നോക്കുന്ന രീതിയും ഉണ്ട് അല്ലേ? അത് തീരെ കാര്യക്ഷമമല്ല. തീരെയില്ല. അപ്പോ അൽഗോരിതത്തിന്റെ ഒരു പ്രധാന ഗുണം എന്താന്ന് വെച്ചാൽ അത് സമയമെടുത്താലും കൃത്യമായ ഉത്തരം ഉറപ്പു തരുന്നു എന്നതാണ്. പക്ഷെ സമയം ഒരു വലിയ ഘടകമാണ്. അതെ. അപ്പോ അൽഗോരിതം ഇത്ര ചിട്ടയായ ഉറപ്പുള്ള വഴിയാണെങ്കിൽ അടുത്തത് ഹ്യൂറിസ്റ്റിക്സ്. അതൊരു കുറുക്കുവഴിയാണെന്ന് പറയാം അല്ലേ? ശരിയാണ്, ഒരു ഷോർട്ട് കട്ട്. എല്ലാ സാധ്യതകളും എടുത്ത് പരിശോധിക്കുന്നതിന് പകരം നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് അല്ലെങ്കിൽ മുൻപരിചയം വെച്ചിട്ട് ഏറ്റവും സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുറച്ചു വഴികൾ മാത്രം നോക്കുന്നു. അതെ, ഇത് സമയം ലാഭിക്കാൻ വളരെ നല്ലതാണ്. പക്ഷേ ഉത്തരം എപ്പോഴും ശരിയാകണമെന്നില്ല. അതാണ് അതിലെ റിസ്ക്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും ചില റൂൾസ് ഓഫ് തമ്പാണ്. പ്രശ്നങ്ങളെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില തത്വങ്ങൾ. നേരത്തെ പറഞ്ഞ അനഗ്രാം ഉദാഹരണം ഒന്നുകൂടി എടുത്താലോ? DWARG. DWARG. അതിലെ അക്ഷരങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ DR, GR പോലുള്ള നമുക്ക് പരിചയമുള്ള അക്ഷരക്കൂട്ടങ്ങൾ ശ്രദ്ധയിൽപ്പെടും. അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചില വാക്കുകൾ ഊഹിക്കും. ഡ്രോ, ഡ്രാഗ്, ഗ്രാഡ്, അങ്ങനെയൊക്കെ.
വളരെ വേഗത്തിൽ ചില ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഒരു വാക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പോ ഗാഡ് എന്ന വാക്ക് ചിലപ്പം നമ്മൾ ഓർക്കില്ല. അതാണ് ഹ്യൂറിസ്റ്റിക്സിന്റെ പരിമിതി. ചിലപ്പോൾ ശരിയായ ഉത്തരം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാം. കാരണം നമ്മൾ എല്ലാ വഴികളും നോക്കുന്നില്ല. ഓക്കേ. അതുകൊണ്ട് തന്നെ ഈ മനഃശാസ്ത്രജ്ഞർ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് ഈ അൽഗോരിതങ്ങളെക്കാളും കൂടുതൽ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് എന്നതിലാണ്. ശരിയാണ്. നമ്മുടെ തലച്ചോറ് എപ്പോഴും എളുപ്പവഴികൾ നോക്കും, അല്ലേ? അതെ, എനർജി ലാഭിക്കാൻ ശ്രമിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ ഈ രണ്ട് രീതികളും മാറി മാറി ഉപയോഗിക്കുന്നുണ്ടാകാം. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോ ഒരു പുതിയ ഫോൺ കിട്ടിയെന്ന് വെക്കുക. അതിലെ ഫീച്ചറുകൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ മുഴുവൻ വായിച്ചു നോക്കുമോ? അതോ നമുക്ക് പരിചയമുള്ള ഐക്കണുകളും ബട്ടണുകളുമൊക്കെ വെച്ച് ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കും. അതെ. അപ്പൊ ആദ്യത്തെ രീതി മാനുവൽ വായിക്കുന്നത് അൽഗോരിതം പോലെയാണ്, കൃത്യമായ സ്റ്റെപ്പുകൾ. രണ്ടാമത്തേത് ഹ്യൂറിസ്റ്റിക്സും. അതെ, നമ്മുടെ മുൻ പരിചയം വെച്ചുള്ള ഒരു ഊഹം. സാഹചര്യത്തിനനുസരിച്ച് ഏത് രീതിയാണ് നല്ലത് എന്ന് തിരിച്ചറിയുന്നതാണ് പ്രധാനം. ചിലപ്പോ അൽഗോരിതം വേണം, ചിലപ്പോ ഹ്യൂറിസ്റ്റിക്സും മതിയാവും. അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? ഈ പ്രശ്നപരിഹാരം അഥവാ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഉത്തരം കണ്ടുപിടിക്കുക എന്നതിനപ്പുറം ഒരു പ്രോസസ്സാണല്ലേ? തീർച്ചയായും. അതൊരു ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയാണ്. സാധ്യതകൾ കണ്ടെത്തുക, അതിൽ നല്ലത് തിരഞ്ഞെടുക്കുക, അത് നടപ്പിലാക്കുക, പിന്നെ അതിന്റെ ഫലം വിലയിരുത്തുക. ഇതൊരു സൈക്കിൾ പോലെയാണ്. അതെ, ഇവാലുവേഷൻ ഓഫ് സൊല്യൂഷൻ വളരെ പ്രധാനമാണ്. ഈ പ്രോസസ്സിൽ നമുക്ക് സഹായത്തിന് രണ്ട് തരം ടൂൾസ് ഉണ്ട്. ഒന്ന് അൽഗോരിതം ഉറപ്പുള്ള പക്ഷേ സമയമെടുക്കുന്ന വഴി. രണ്ട് ഹ്യൂറിസ്റ്റിക്സ്, വേഗതയുള്ള കുറുക്കുവഴി, പക്ഷേ ചിലപ്പോൾ തെറ്റാം. അതെ, ഈ രണ്ട് രീതികളെക്കുറിച്ചും ഒരു ധാരണയുണ്ടാവുന്നത് നമ്മുടെ പ്രശ്നപരിഹാരശേഷി കൂട്ടാൻ സഹായിക്കും. ഏത് സാഹചര്യത്തിൽ ഏതുപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾക്കായിട്ടൊരു ചെറിയ ചിന്ത പങ്കുവെക്കട്ടെ? പറയൂ. നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതം ഒന്ന് ഓർത്തുനോക്കൂ. വളരെ ചെറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും, ചിലപ്പോൾ കടയിൽ പോകുമ്പോൾ ഏത് ക്യൂവിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് മുതൽ ശരിയാണ്, ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനമെടുക്കുന്നതുവരെ ഈ അൽഗോരിതങ്ങളും ഹ്യൂറിസ്റ്റിക്സും നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മൾ ചിലപ്പോ അറിയാതെയായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതെ, ഒരുപക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ നിരന്തരം ഇവ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ സ്വന്തം ചിന്താരീതി, നിങ്ങളുടെ പ്രശ്നപരിഹാര ശൈലി, അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ശരിയാണ്, വളരെ നല്ലൊരു പോയിന്റാണ്. നമ്മുടെ ചിന്തകളെക്കുറിച്ച് തന്നെ ഒന്നുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. പ്രശ്നപരിഹാരത്തിന്റെ ലോകത്തേക്ക് ഒരു എത്തിനോട്ടമാവാമിന്ന്, അല്ലേ? നിങ്ങളെ കയ്യിലുള്ള ഈ വിവരങ്ങൾ പലതരം പ്രശ്നപരിഹാര രീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കാം, അതിന് പൊതുവായി ഉപയോഗിക്കാവുന്ന ചില വഴികൾ, അതാണ് നമ്മൾ നോക്കുന്നത്. ശരി, നമുക്കിതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായും. ഈ ഉറവിടം ആദ്യം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ പരിഹാരമല്ല. ചില പ്രശ്നങ്ങൾക്ക് അതത് മേഖലയിലെ അറിവ് തന്നെ വേണം. ഇപ്പോൾ ഒരു യാത്രയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മളൊരു ട്രാവൽ ഏജന്റിനോടല്ലേ ചോദിക്കുക? അതെ. അതുപോലെ ബാങ്ക് ബാലൻസ് അറിയാൻ ബാങ്കിനെ സമീപിക്കണം. ഇതിനെയാണ് ഈ ഡൊമെയ്ൻ സ്പെസിഫിക് എന്ന് പറയുന്നത്, ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാരം. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെയല്ല. ഏതുതരം പ്രശ്നത്തിനും ഒരു പരിധിവരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില പൊതുവായ രീതികളാണ്. അതെ, അത്തരം പൊതുവായ രീതികളിൽ ആദ്യത്തേത് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സിമ്പിൾ ഐഡിയ ആണല്ലേ? അതെ, വളരെ ലളിതമാണ്. മനസ്സിൽ വരുന്ന സാധ്യതയുള്ള ഉത്തരങ്ങൾ അത് ഓരോന്നായി ഉണ്ടാക്കുക, അതാണ് ജനറേറ്റ്. എന്നിട്ട് അത് ശരിയാണോ എന്ന് നോക്കുക, അതാണ് ടെസ്റ്റ്. ഉറവിടത്തിൽ ഒരു നല്ല ഉദാഹരണമുണ്ട്. ഈ ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കഴിക്കാൻ പറ്റുന്ന 5 സാധനങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ മനസ്സിൽ കപ്പ, കഞ്ഞി, കടല എന്നൊക്കെ വരും. ചിലപ്പോ കമ്പിളി, കവിത അങ്ങനെയൊക്കെ വരാം. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റാത്ത കമ്പിളി, കവിത അതൊക്കെ ഒഴിവാക്കും. ഇതാണ് സംഭവം. ശരിയാണ്. ഇതിലൊരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ലാളിത്യം തന്നെയാണ് ഇതിന്റെ ഒരു ഗുണവും ദോഷവും. സാധ്യതകൾ കുറവാണെങ്കിൽ ഇത് വളരെ എഫക്റ്റീവാണ്, ഭയങ്കര നല്ലതാണ്. ഇപ്പോ
താക്കോല് ക്ലാസ് റൂമിനും ക്യാൻറ്റീനും ഇടയിൽ എവിടെയോ ആണ് പോയതെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഉം, ആ ഭാഗം മുഴുവൻ ഒന്ന് നടന്നു നോക്കി കണ്ടെത്തുന്നത് ഒരു തരം ജനറേറ്റ് ആൻഡ് ടെസ്റ്റാണ്. ഓരോ സ്ഥലവും ഒരു സാധ്യതയായി കണക്കാക്കി നമ്മൾ പരിശോധിക്കുന്നു. ശരിയാണ്. എന്നാൽ സാധ്യതകൾ ഒരുപാടുണ്ടെങ്കിലോ? അതൊരു പ്രശ്നമാണ്. നിങ്ങളുടെ ATM കാർഡിന്റെ പിൻ നമ്പർ മറന്നുപോയി എന്ന് വയ്ക്കാം. ഓഹോ, 4 അക്കമുള്ള എല്ലാ കോമ്പിനേഷനും ഈ രീതിയിൽ ഉണ്ടാക്കി പരീക്ഷിക്കുന്നത് അത് നടക്കുമോ? ഇല്ല ഇല്ല, ഭയങ്കര പാടാണ്. അതെ, ഒരുപാട് സമയമെടുക്കും. പിന്നെ ഏതൊക്കെ നോക്കി ഇനി ഏതൊക്കെ ബാക്കിയുണ്ട് എന്നൊരു ഓർമ്മയുമില്ലെങ്കിൽ അത് കൂടുതൽ കുഴയും. അപ്പോ ഈ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് എല്ലാ സാഹചര്യത്തിലും അത്ര പ്രായോഗികമല്ല, പ്രത്യേകിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് മീൻസ് എൻഡ്സ് അനാലിസിസ്. ഇത് കുറച്ചുകൂടി ഒരു ചിട്ടയുള്ള സമീപനമാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണ്. ഇവിടെ നമ്മൾ ആദ്യം ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അതാണ് എൻഡ്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് കറന്റ് സ്റ്റേറ്റ്, അതും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കും. ആ വ്യത്യാസം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വഴികൾ, അതാണ് മീൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ്. അതെന്തൊക്കെയാണെന്ന് ആലോചിക്കും. പലപ്പോഴും ഈ വലിയ ലക്ഷ്യത്തിലേക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റില്ല. ശരിയാണ്. അപ്പോ നമ്മൾ ചെറിയ ചെറിയ ഉപലക്ഷ്യങ്ങൾ, അതായത് സബ് ഗോൾസ്, അവയുണ്ടാക്കും. എന്നിട്ട് അവ ഓരോന്നായി നേടാൻ ശ്രമിക്കും. അങ്ങനെ പടിപടിയായിട്ട് പ്രധാന ലക്ഷ്യത്തിലേക്കെത്തും. ഉറവിടത്തില് ഒരു കണക്കിന്റെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ, ഒരു ആൾജിബ്ര സമവാക്യം ലഘൂകരിക്കുന്നത്. അത് നല്ല ഉദാഹരണമാണ്. ഇപ്പോ എസിന്റെ വില കണ്ടെത്തണമെങ്കിൽ സമവാക്യത്തിന്റെ 2 സൈഡിലും ഒരേ കാര്യം ചെയ്യും. ചിലപ്പോ കൂട്ടും, അല്ലെങ്കിൽ കുറയ്ക്കും. അതെ, അങ്ങനെ പടിപടിയായി എസിനെ മാത്രം ഒരു സൈഡിലാക്കും. അതൊരു മീൻസ് എൻഡ്സ് അനാലിസിസ് ആണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ലക്ഷ്യം നോക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്നു, ആ വ്യത്യാസം കുറയ്ക്കാൻ എന്ത് ഓപ്പറേഷൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിയാതെ തന്നെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ടാവും. തീർച്ചയായും. ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണമെന്ന് കരുതുക. ആദ്യം നമ്മൾ നോക്കും എത്ര ദൂരമുണ്ട്, എങ്ങനെയൊക്കെ പോകാം, ബസ്സോ ട്രെയിനോ. അതെ. അപ്പോ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നത് ഒരു സബ് ഗോളായി. ശരിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യണം, സ്റ്റേഷനിലെത്തണം. അങ്ങനെ ഓരോ തടസ്സങ്ങൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ നമ്മൾ ഓരോ ഉപലക്ഷ്യങ്ങൾ ഉണ്ടാക്കി ക്ലിയർ ചെയ്തു പോകും. ഈ പറഞ്ഞ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ്, പിന്നെ മീൻസ് എൻഡ്സ് അനാലിസിസ്, ഇത് രണ്ടുമല്ലാതെ വേറെയും ചില തന്ത്രങ്ങൾ ഈ ഉറവിടങ്ങളിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉണ്ട്, പലതുമുണ്ട്. ഉദാഹരണത്തിന് ബാക്ക്വേർഡ് സെർച്ച്, അതായത് ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കുന്നത്. ചില പസിൽസൊക്കെ സോൾവ് ചെയ്യാൻ അത് നല്ലതാണ്. ഈ വഴി കണ്ടുപിടിക്കുന്ന കളികള്, മെയ്സ് പോലത്തെ. പിന്നെ പ്ലാനിംഗ് സ്ട്രാറ്റജി, ട്രയൽ ആൻഡ് എറർ, ബ്രെയിൻ സ്റ്റോമിംഗ്, അങ്ങനെ പലതും. പക്ഷേ നമ്മൾ ഇന്ന് പ്രധാനമായും ഈ 2 എണ്ണത്തിലാണ് ഫോക്കസ് ചെയ്തത്. അതെ, ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു പ്രത്യേക പ്രശ്നം വരുമ്പോൾ അതിന് ഏറ്റവും യോജിച്ച രീതി ഏതാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. ചിലപ്പോൾ ഒരൊറ്റ രീതി പോരാതെ വരും, പലതിൻ്റെയും ഒരു കോമ്പിനേഷൻ വേണ്ടിവരും. ശരിയാണ്. അപ്പോ ഈ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഏതു വഴിക്ക് ചിന്തിക്കണം, ഏത് ടൂൾ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കൊരു എളുപ്പമുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കാൻ പൊതുവായി ഉപയോഗിക്കാവുന്ന 2 രീതികൾ, ജനറേറ്റ് ആൻഡ് ടെസ്റ്റ്, മീൻസ് എൻഡ്സ് അനാലിസിസ്, ഇവയെക്കുറിച്ചാണ് സംസാരിച്ചത്. അവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് കൂടുതൽ ഉപയോഗപ്രദം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് കരുതുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു പ്രധാന ടേക്കവേ എന്താണ്? ഇനി നിങ്ങളൊരു ചെറിയ പ്രശ്നമെങ്കിലും നേരിടുമ്പോൾ, അത് വലുതാവണമെന്നില്ല, ഒരു ചെറിയ കാര്യം, അപ്പോൾ ഒരു നിമിഷം ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. ഞാനിപ്പോൾ ഏത് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും രീതി ഉപയോഗിച്ചാൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രശ്നപരിഹാര ശൈലിയുണ്ടാവും. അതേതാണ്? ഈ അറിവ് വെച്ച് അതിനെ എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം? അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നിങ്ങളുടെ സ്വന്തം ഒരു പ്രശ്നപരിഹാര രീതി, അതിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്? ഇന്നത്തെ നമ്മുടെ ചർച്ച സർഗാത്മകതയും പ്രശ്നപരിഹാരവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ചില മനഃശാസ്ത്രപരമായ കണ്ടെത്തലുകൾ വെച്ച് നമുക്കിതിനെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും.
പലപ്പോഴും നമ്മൾ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉത്തരം പെട്ടെന്നൊരു മിന്നായം പോലെ, ഒരു ആഹാ മൊമെന്റ് പോലെ മനസ്സിൽ തെളിവില്ലേ? അതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസൈറ്റ് പ്രോബ്ലംസ് പരിഹരിക്കുന്നതിൽ സർഗാത്മകതയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ എന്താണ് ഈ സർഗാത്മകത? അതെങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരത്തെ സഹായിക്കുന്നത്? അതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഓക്കെ, അപ്പോൾ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉചിതമായ പുതുമയാണ്. അപ്രോപ്രിയേറ്റ് നോവൽറ്റി എന്ന് പറയും. ഉചിതമായ പുതുമ. അതെ, അതായത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് ഉപകാരപ്പെടുന്ന എന്നാലോ മൗലികമായ ഒരു ആശയം, ഒരു പുതിയ കാര്യം. ശരി. കാരണം പുതുമയൊന്നുമില്ലാത്ത ആശയങ്ങൾ അത് സാധാരണമാണ്. പക്ഷെ ഒരു പ്രയോജനവുമില്ലാത്ത പുതിയൊരാശയമാണെങ്കിലോ അത് ചിലപ്പോൾ വിചിത്രമായി തോന്നാം. ആഹാ, അത് ശരിയാണ്. അപ്പോൾ കോഗ്നിറ്റീവ് സയന്റിസ്റ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലുള്ള അറിവുകൾ, വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ മെന്റൽ റെപ്രസെന്റേഷൻസ് എന്നൊക്കെ പറയില്ലേ, ഇതിനെയൊക്കെ പുതിയ രീതിയിൽ കൂട്ടിച്ചേർക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യുന്നതാണ് സർഗാത്മകത. ഓക്കെ. അപ്പോ ഈ ഇൻസൈറ്റ്, അതായത് ഉൾക്കാഴ്ച, ക്രിയേറ്റീവായിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇതിനൊരു 3 തരം കഴിവുകൾ വേണമെന്ന് ഡേവിഡ്സണും സ്റ്റേൺബർഗും പറയുന്നുണ്ട്, അല്ലേ? അതെ, 3 പ്രധാന പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. അതിൽ ഒന്നാമത്തേതാണ് സെലക്റ്റീവ് എൻകോഡിംഗ്. സെലക്റ്റീവ് എൻകോഡിംഗ്. അതായത് നമുക്ക് മുന്നിൽ ഒരുപാട് വിവരങ്ങളുണ്ടാവും ഒരു പ്രശ്നം വരുമ്പോൾ. അതിൽ നിന്ന് ആവശ്യമുള്ളത്, പ്രസക്തമായത് മാത്രം തിരഞ്ഞെടുത്തെടുക്കാനുള്ള കഴിവ്. ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടുപിടിച്ച കാര്യം ഓർക്കാം, അല്ലേ? അതെ, വളരെ നല്ല ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ലാബിലെ ബാക്ടീരിയ കൾച്ചറിൽ ഒരു പൂപ്പൽ വളർന്നു. അത് സാധാരണഗതിയിൽ അപ്രസക്തമെന്ന് തള്ളിക്കളയാവുന്ന ഒന്നായിരുന്നു. ശരിയാണ്. പക്ഷേ അദ്ദേഹം അത് ശ്രദ്ധിച്ചു. അതിന് രോഗാണുക്കളെ നശിപ്പിക്കാൻ ശേഷിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ആ ഒരു തെരഞ്ഞെടുക്കൽ, അതാണ് സെലക്റ്റീവ് എൻകോഡിംഗ്. കൃത്യം. അവിടെ ആ പൂപ്പൽ എന്ന അപ്രധാനമെന്ന് തോന്നിയ വിവരത്തെ അദ്ദേഹം പ്രാധാന്യത്തോടെ കണ്ടു. രണ്ടാമത്തെ കഴിവാണ് സെലക്റ്റീവ് കോമ്പിനേഷൻ. സെലക്റ്റീവ് കോമ്പിനേഷൻ, അതായത് കൂട്ടിച്ചേർക്കൽ. അതെ. ചിലപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ വിവരങ്ങളും കഷ്ണങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ അതെങ്ങനെ ശരിയായി യോജിപ്പിക്കണം, ഒരുമിച്ച് ചേർക്കണം എന്ന് നമുക്ക് പിടികിട്ടില്ല. അപ്പോ ഈ കയ്യിലുള്ള ഘടകങ്ങളെ, വിവരങ്ങളെ ഒരു പുതിയ രീതിയിൽ, ശരിയായ രീതിയിൽ സംയോജിപ്പിക്കുമ്പോഴാണ് ആ ഇൻസൈറ്റ്, ആ ഉൾക്കാഴ്ചയുണ്ടാവുന്നത്. ഇതിനും ഒരു ഉദാഹരണം പറയാമല്ലോ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. തീർച്ചയായും. ഡാർവിന്റെ കാലത്ത് പരിണാമത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല പല വിവരങ്ങൾ, കണ്ടെത്തലുകളെല്ലാം ഒരുപക്ഷെ ലഭ്യമായിരുന്നിരിക്കാം. പല ശാസ്ത്രജ്ഞർക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നിരിക്കാം. ശരിയാണ്. പക്ഷേ ഡാർവിൻ ചെയ്തതെന്താ? അദ്ദേഹം ഈ ലഭ്യമായ വിവരങ്ങളെയെല്ലാം ഒരു പുതിയ രീതിയിൽ യുക്തിസഹമായി കോർത്തിണക്കി ഒരു സമഗ്രമായ സിദ്ധാന്തം രൂപപ്പെടുത്തി. അതാണ് സെലക്റ്റീവ് കോമ്പിനേഷൻ. ഓക്കെ. അപ്പോ മൂന്നാമത്തേത് സെലക്റ്റീവ് കമ്പാരിസൺ, താരതമ്യം ചെയ്യാനുള്ള കഴിവ്. അതെ, സെലക്റ്റീവ് കമ്പാരിസൺ. മുൻപ് നമ്മൾ പരിഹരിച്ച ഒരു പ്രശ്നത്തിന്റെ രീതി, അതിന്റെ മാതൃക പുതിയൊരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. നമ്മളത് ചെയ്യാറുണ്ട്. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. എന്നാൽ ചിലപ്പോൾ തീർത്തും വ്യത്യസ്തമായ, അപ്രതീക്ഷിതമായ ഒരു താരതമ്യം നടത്തുന്നത് വലിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിച്ചേക്കാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കെക്യുലെ ബെൻസീൻ റിങ്ങിന്റെ ഘടന കണ്ടുപിടിച്ചതല്ലേ? അതെ, വളരെ പ്രസിദ്ധമായ കഥയാണത്. ഒരു സ്വപ്നത്തിൽ സ്വന്തം വാല് വിഴുങ്ങുന്ന ഒരു പാമ്പിനെ കണ്ടു. ആ ഒരു രൂപം, ആ വലയം, അതിനെ ബെൻസീൻ തന്മാത്രയുടെ ആ റിംഗ് ഘടനയുമായി ബന്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു സാധാരണ താരതമ്യമല്ല, വളരെ വ്യത്യസ്തമായ ഒന്ന്. ശരിയാണ്, തികച്ചും അപ്രതീക്ഷിതമായ ഒരു താരതമ്യം. അതാണ് സെലക്റ്റീവ് കമ്പാരിസന്റെ ഒരു ശക്തി. ഈ ഉദാഹരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഇൻസൈറ്റ് എന്ന് പറയുന്നത് സർഗാത്മക പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ്. പലപ്പോഴും നമ്മളൊരു പ്രശ്നത്തിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഉത്തരം മനസ്സിൽ തെളിയുന്നത്. ആ ആഹാ മൊമെന്റ്. ഈ കണ്ടെത്തലുകളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനൊരു പ്രത്യേക രീതി അല്ലെങ്കിൽ ഘട്ടങ്ങൾ വല്ലതുമുണ്ടോ? ഒരു കൃത്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമുല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പൊതുവെ ഒരു 4 ഘട്ടങ്ങൾ, സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ക്രിയേറ്റീവ് ഡിസ്കവറീസ്, ഇതിൽ കാണാറുണ്ട്. 4 ഘട്ടങ്ങൾ. അതെ. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ, അതായത് തയ്യാറെടുപ്പ്. നമ്മൾ ലക്ഷ്യം നിർണയിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നു, പ്രശ്നം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ. രണ്ടാമത്തേതാണ് ഇൻക്യുബേഷൻ. ഇത് കുറച്ച് രസകരമായൊരു ഘട്ടമാണ്.
നമ്മൾ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് ആ പ്രശ്നത്തെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കാതെ മാറ്റിവെക്കുന്ന ഒരു സമയം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആ സമയത്ത്. അതെ, ബോധപൂർവം ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതൊരു വേവുന്ന പ്രക്രിയ പോലെ. ഇൻക്യുബേഷൻ. ഓക്കെ, അതിനുശേഷമാണോ ഇൻസൈറ്റ് വരുന്നത്? അതെ, മൂന്നാമത്തെ ഘട്ടം അതാണ്. ഇൻസൈറ്റ് അഥവാ ഇല്ലുമിനേഷൻ. ആ ബൾബ് കത്തുന്ന നിമിഷം എന്ന് നമ്മൾ പറയില്ലേ? അതുവരെ പരിചിതമായിരുന്ന പല കാര്യങ്ങൾ, പല വിവരങ്ങൾ ഒരു പുതിയ രീതിയിൽ ഒന്നിച്ചു ചേർന്ന് ഒരാശയം, ഒരു പരിഹാരം വ്യക്തമാകുന്ന നിമിഷം. ഗണിതശാസ്ത്രജ്ഞനായ പോയിൻകെയർ പറഞ്ഞിട്ടുണ്ട്, ഉപയോഗപ്രദമായ ഘടകങ്ങളെ പുതിയ രീതിയിൽ കൂട്ടിച്ചേർക്കുന്നതാണ് സൃഷ്ടിയെന്ന്. കൊള്ളാം. അപ്പോൾ ആശയം കിട്ടി. ഇനി അവസാനത്തേത്, നാലാമത്തെ ഘട്ടം, വെരിഫിക്കേഷൻ, അതായത് പരിശോധന. ഈ കിട്ടിയ പുതിയ ആശയം, ആ ഇൻസൈറ്റ്, അത് ശരിക്കും പ്രായോഗികമാണോ, അത് ഉപയോഗപ്രദമാണോ, പ്രശ്നം പരിഹരിക്കുമോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്ന, ടെസ്റ്റ് ചെയ്യുന്ന ഘട്ടം. ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി സർഗാത്മകമായ കണ്ടെത്തലുകൾ നടത്തുന്ന വ്യക്തികളിൽ പൊതുവായ ചില സ്വഭാവങ്ങൾ കാണാറുണ്ടോ? ഉണ്ട്. പ്രധാനമായും 2 കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്ന്, അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യബോധം, ക്ലിയർ സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാവും. ലക്ഷ്യബോധം. അതെ, അവരെന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതൊരു കണ്ടുപിടുത്തമാവാം, ഒരു കലാസൃഷ്ടിയാവാം, എന്തായാലും അതിനൊരു ദിശാബോധമുണ്ടാവും, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ധാരണ. രണ്ടാമതായി, അവരുടെ കയ്യിൽ വലിയ തോതിലുള്ള അറിവും സാങ്കേതിക വൈദഗ്ധ്യവും, സ്റ്റോർ ഓഫ് നോളജ് ആൻഡ് ടെക്നീക്സും ഉണ്ടാവും. അത് പ്രധാനമാണ്. വളരെ പ്രധാനം. ഏത് മേഖലയിലാണോ അവർ പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള നല്ല ആഴത്തിലുള്ള അറിവ് സർഗാത്മകതയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ലക്ഷ്യവും അറിവും, ഇത് രണ്ടും വേണം. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ സർഗാത്മകത എന്ന് പറയുന്നത് എന്തോ ഒരു മിസ്റ്റിക് കഴിവോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല. അല്ല. മറിച്ച് ഈ പറഞ്ഞ പോലെ ഉൾക്കാഴ്ച, പിന്നെ വിവരങ്ങളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കാനും സിലക്റ്റീവ് എൻകോഡിംഗ്, അവയെ പുതിയ രീതിയിൽ യോജിപ്പിക്കാനും സിലക്റ്റീവ് കോമ്പിനേഷൻ, ചിലപ്പോൾ അപ്രതീക്ഷിതമായി താരതമ്യം ചെയ്യാനുമുള്ള സിലക്റ്റീവ് കമ്പാരിസനുമുള്ള കഴിവുകൾ, അറിവ്, ഇതെല്ലാം ചേർന്ന ഒരു പ്രക്രിയയാണ്, അല്ലേ? അതെ, തീർച്ചയായും. അതാണ് അതിന്റെ കാതൽ. ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക്, അതായത് കേൾക്കുന്ന നിങ്ങൾക്ക്, നിത്യജീവിതത്തിൽ എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? ശരിക്കും നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങളായാലും വലിയ പ്രശ്നങ്ങളായാലും ഈ പറഞ്ഞ ഘട്ടങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചുമൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷേ പുതിയ വ്യത്യസ്തമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചേക്കാം. അതായത് പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി മാറ്റാൻ ഇത് സഹായിക്കും. അതെ. പിന്നെ ഒരു കാര്യം കൂടി, സർഗാത്മകത എന്നത് ശാസ്ത്രത്തിലോ കലയിലോ മാത്രമുള്ള ഒന്നല്ല. ഏത് മേഖലയിലും ഇത് പ്രസക്തമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യബോധവും അടിസ്ഥാനപരമായ അറിവുമില്ലാതെ വെറുതെ പുതുമ മാത്രമുണ്ടാകുന്നത് എല്ലായ്പ്പോഴും പ്രയോജനപ്പെട്ടെന്ന് വരില്ല. ശരിയാണ്. അപ്പം നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത. ഈ പറഞ്ഞ കഴിവുകളില്ലേ, സെലക്റ്റീവ് എൻകോഡിംഗ്, കോമ്പിനേഷൻ, കമ്പാരിസൺ, ഇതൊക്കെ നമ്മൾ ബോധപൂർവം പരിശീലിക്കുകയാണെങ്കിൽ, കൂടുതൽ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ, ആർക്കും അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും തങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള പ്രശ്നപരിഹാര ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് നോക്കുന്നത് നിർമ്മിത ബുദ്ധിയും പ്രശ്നപരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില രേഖകളാണ്. കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്, അതിൻ്റെ പിന്നിലെ ചില ആശയങ്ങൾ, പിന്നെ കുറച്ച് തർക്കങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി, ശരിക്കും എന്താണ് ഈ പ്രശ്നപരിഹാരത്തിൽ ചെയ്യുന്നത്? നമുക്ക് തുടങ്ങാല്ലേ? തീർച്ചയായും. ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ഗവേഷകർ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൽ നിന്നാണ്. ഒരു പ്രധാനപ്പെട്ട ഹൈപ്പോതീസിസ്. ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തിസിസ്. കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് തോന്നും. എന്താണത്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പറയാം. ഈ പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തിസിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ മനസ്സിൽ പല വഴികളും സാധ്യതകളും ഒക്കെ ആലോചിക്കില്ലേ? ആലോചിക്കും. അപ്പോ ആ ഓരോ സാധ്യതയും ഓരോ അവസ്ഥയും മനസ്സിലെ ഓരോ നോഡുകളാണെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. നോഡുകൾ, അതായത് ഓരോ പോയിന്റുകൾ പോലെ. അതെ, ഓരോ പോയിന്റുകൾ. ഈ നോഡുകളെല്ലാം ചേർന്ന ഒരു മെന്റൽ മാപ്പ് പോലെ. അതാണ് പ്രോബ്ലം സ്പേസ്. ഒരു പ്രശ്നത്തിന്റെ തുടക്കം മുതൽ
അതിന്റെ പരിഹാരം വരെയുള്ള എല്ലാ വഴികളും അടങ്ങിയ ഒരു സ്ഥലം. ഓഹോ, അപ്പോ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മാപ്പിലൂടെ ശരിയായ വഴി കണ്ടെത്തുന്നത് പോലെയാണോ? അതുതന്നെ. നമ്മളൊരു പ്രശ്നത്തെ മനസ്സുകൊണ്ട് എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ അതിനെ ഘടനാപരമായി കാണുന്നു, അതാണ് ഈ ഹൈപ്പോതെസിസ് വിശദീകരിക്കുന്നത്. കൊള്ളാം. ഇത് വെറുമൊരു തിയറി മാത്രമായിരുന്നോ? അതോ ഇത് വെച്ച് എന്തെങ്കിലും പ്രായോഗികമായി ഉണ്ടാക്കിയിട്ടുണ്ടോ? എക്സ്പേർട്ട് സിസ്റ്റം എന്ന് കേട്ടല്ലോ. ഉണ്ട്. ഈ പ്രോബ്ലം സ്പേസ് ആശയം വെച്ചാണ് എക്സ്പേർട്ട് സിസ്റ്റംസ് ഉണ്ടാക്കിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിലെ നല്ല അറിവുള്ള ഒരു മനുഷ്യന്റെ, ഒരു വിദഗ്ധന്റെ കഴിവുകൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്. ആഹാ, എക്സ്പേർട്ട് സിസ്റ്റംസ്. അപ്പോ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് പല ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതെ, പ്രധാനമായിട്ടും ഒരു 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് നോളജ് ബേസ്, അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, നിയമങ്ങളും ഡേറ്റയുമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരിടം. അറിവിന്റെ ഒരു ശേഖരം. 2 ഇൻഫറൻസ് റൂൾസ്, ഈ വിവരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നിഗമനങ്ങളിലെത്താം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാമെന്നൊക്കെയുള്ള നിയമങ്ങൾ, ലോജിക്ക് പോലെ. ശരി. 3 സെർച്ച് എഞ്ചിൻ, ഈ നിയമങ്ങൾ വെച്ച് ആ നോളജ് ബേസിൽ പരതി പ്രശ്നത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ വഴി കണ്ടെത്താനുള്ള ഒരു സംവിധാനം. ഇതാണ് ആ പ്രോബ്ലം സ്പേസിലൂടെ സഞ്ചരിക്കുന്നത്. ഓഹോ, അപ്പോ ഈ സെർച്ച് എഞ്ചിനാണ് വഴി കണ്ടുപിടിക്കുന്നത്. അതെ. 4മതായിട്ട് ഇന്റർഫേസ്, അതായത് നമുക്ക്, യൂസർക്ക് ഈ സിസ്റ്റത്തിനോട് സംസാരിക്കാനും ചോദ്യം ചോദിക്കാനും ഉത്തരം കിട്ടാനുമൊക്കെയുള്ള ഒരു സംവിധാനം. കൊള്ളാം. അപ്പോൾ മനുഷ്യന്റെ ആ ഒരു ചിന്താരീതി, പ്രശ്നം പരിഹരിക്കുന്ന രീതി, അതിനെ കമ്പ്യൂട്ടർ വെച്ച് ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ഈ AI അപ്രോച്ചസ് എന്ന് പറയുന്നത്, അല്ലേ? ഏറെക്കുറെ അതെ. ഒരു പ്രധാനപ്പെട്ട രീതി അതാണ്. ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഈ രീതിയെ അങ്ങ് അംഗീകരിച്ചില്ല, അല്ലേ? ചില വിമർശനങ്ങളും ഉണ്ടായതായി കാണുന്നു. ശരിയാണ്, താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ അപ്രോച്ച്, അതായത് കമ്പ്യൂട്ടർ മനുഷ്യന്റെ ചിന്തയെ അനുകരിക്കുന്നു എന്നതിനെതിരെ നല്ല വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു പ്രധാനമായും? അതിലൊന്ന്, മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്നല്ലേ? ഈ വികാരങ്ങൾ, ബോധം, അതൊക്കെ ഒരു മെഷീന് എങ്ങനെ പൂർണ്ണമായിട്ട് പകർത്താൻ പറ്റും? അതൊരു വലിയ ചോദ്യമായിരുന്നു. അത് ശരിയാണ്. നമ്മുടെ ചിന്ത വെറും കണക്കുകൂട്ടലല്ലോ. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറുകൾ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലേ? അതാണ് മറുവാദം. ഇന്ന് നോക്കിയാൽ വളരെ കോംപ്ലിക്കേറ്റഡായ കണക്കുകൾ, ഡാറ്റ അനാലിസിസ്, എന്തിന് ചില മെഡിക്കൽ ഡയഗ്നോസിസിൽ പോലും കമ്പ്യൂട്ടറുകൾ മനുഷ്യരെക്കാൾ നന്നായി ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ മനുഷ്യന്റെ ചിന്തയുടെ ആ ഒരു നിലവാരത്തിലേക്ക് കമ്പ്യൂട്ടറിന് എത്താൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അതും ഒരു ചോദ്യമാണ്. പക്ഷെ ഇതിലും ആഴത്തിലുള്ളൊരു വിമർശനം വന്നിട്ടുണ്ട്. അതാണോ ഈ ഹൈഡഗർ എന്ന തത്വചിന്തകനുമായി ബന്ധപ്പെട്ടത്? അത് കുറച്ചുകൂടി ഫിലോസഫിക്കൽ ആണെന്ന് തോന്നുന്നു. അതെ അതെ. രണ്ടാമത്തെ പ്രധാന വിമർശനം അതാണ്. അത് ചോദിക്കുന്നത്, കമ്പ്യൂട്ടർ ഈ ചെയ്യുന്നത് യഥാർത്ഥ ചിന്ത തന്നെയാണോ, അതോ വെറും കണക്കുകൂട്ടൽ, കാൽക്കുലേഷൻ മാത്രമാണോന്നാണ്. ഓഹോ, അതെന്താണ് വ്യത്യാസം? ഹൈഡഗറെ പോലുള്ളവർ പറയുന്നത്, കമ്പ്യൂട്ടറിന് യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടെത്താം, റീസണിംഗ്, കണക്കുകൂട്ടാം, അതിനൊക്കെ പറ്റും. പക്ഷെ മനുഷ്യന്റെ ചിന്ത അതല്ല. അത് നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നൊരു ബോധമില്ലേ, അതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആശങ്കകൾ, ലക്ഷ്യങ്ങൾ, ഈ ഒരു ആത്മനിഷ്ഠമായ തലം, അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായ അനുഭവം, അത് ഡേറ്റയും റൂൾസും വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമിന് മനസ്സിലാക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് ഞാനിവിടെ ജീവിക്കുന്നു എന്നൊരു ബോധമില്ലല്ലോ. അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യുക്തി വേറെ, അനുഭവം വേറെ എന്നാണോ? ഒരു തരത്തിൽ അതെ. യഥാർത്ഥ ചിന്തയ്ക്ക് ആ ഒരു അനുഭവത്തിന്റെ തലം കൂടി വേണമെന്നാണ് വാദം. ഈ തർക്കങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ കാണുന്നത് AI പ്രശ്നപരിഹാരത്തിന് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. ഈ രേഖയിൽ പറയുന്ന പോലെ പലതരം തന്ത്രങ്ങളുണ്ട്, അല്ലേ? പൊതുവായതും പ്രത്യേക വിഷയങ്ങൾക്ക് മാത്രമുള്ളതും. അതെ, ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് പോലെ. അതായത് ഓരോ സാധ്യത ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ മീൻസ് എൻഡ്സ് അനാലിസിസ് പോലെ ലക്ഷ്യത്തിലേക്ക് പടിപടിയായി എത്താൻ നോക്കുക. ഇതൊക്കെ പൊതുവായ തന്ത്രങ്ങളാണ്. പക്ഷേ ഒരു ചെസ്സ് കളിക്കുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തന്ത്രമല്ലല്ലോ ഒരു രോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്നത്. അത് ഡൊമെയ്ൻ സ്പെസിഫിക് ആണ്. ഓരോന്നിനും അതിൻ്റേതായ രീതികളുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രധാനമായി ഓർക്കേണ്ടത്?
നിർമ്മിത ബുദ്ധിയെന്ന് പറയുന്നത് പ്രശ്നപരിഹാരത്തിന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അതിൽ സംശയമൊന്നുമില്ല. ഇല്ല. പക്ഷെ അതേസമയം ഒരു മെഷീന് ശരിക്കും ചിന്തിക്കാൻ പറ്റുമോ? എന്താണ് ഈ ചിന്ത എന്നതിൻ്റെയൊക്കെ അർത്ഥം? അങ്ങനെയുള്ള വലിയ ചോദ്യങ്ങൾ അതൊക്കെ ഇപ്പോഴും ബാക്കിയാണ്. തീർച്ചയായും. AI-യുടെ സാധ്യതകളും അതിന്റെ പരിമിതികളും ഇതൊക്കെ ഇനിയും ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. എന്തായാലും പ്രശ്നപരിഹാരം എന്നത് പല ഘട്ടങ്ങളുള്ള ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയാണ്. പിന്നെ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി ഈ രേഖ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. ഇൻസൈറ്റ് പ്രോബ്ലം സോൾവിംഗ്. ഇൻസൈറ്റ്, അതായത് പെട്ടെന്നൊരു ഐഡിയ കിട്ടുന്നത്. അതെ, ആ ബൾബ് കത്തുന്ന അനുഭവം. ഒരു പ്രശ്നത്തെക്കുറിച്ച് കുറേ ആലോചിച്ച് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രീതി. ഇതിന് സർഗാത്മകതയുമായി ക്രിയേറ്റിവിറ്റിയുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഓഹോ. അപ്പൊ ചോദ്യം ഇതാണ്, ഒരു നിർമ്മിത ബുദ്ധിക്ക്, ഒരു AI-ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തനതായ പുതിയ ഒരു ക്രിയേറ്റീവായ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് നേടാൻ സാധിക്കുമോ? അതൊരു വലിയ ചോദ്യം തന്നെ. അതെ, അതൊരു തുടരുന്ന ചോദ്യമാണ്.